മുഖ്യമന്ത്രിയും കെ.എസ്.യുവും തമ്മിലുള്ള വാക് പോരാട്ടത്തിൽ കോൺഗ്രസിൽ പക്ഷം പിടിച്ച നേതാക്കൾ അഭിപ്രായ പ്രകടനത്തിൽ പരിധി വിടരുത് എന്ന് കെ.എസ്.യുവിനെ ശാസിച്ച് കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് മന്ത്രി എ.പി. അനിൽകുമാർ രംഗത്തെത്തി. കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ കെ.എസ്.യുവിലൂടെ വന്നവരാണ് എന്ന് കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ഓർമ്മിപ്പിച്ചു. ജനം പ്രതീക്ഷയോടെ തിരഞ്ഞെടുത്ത സർക്കാരിന് ഉത്തരവാദിത്വം പാലിക്കേണ്ട ബാധ്യതയുണ്ട് എന്നാണ് മാത്യു കുഴൽനാടൻ എം.എൽ.എ പ്രതികരിച്ചത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തെ ചൊല്ലി മുഖ്യമന്ത്രിയും കെ.എസ്.യുവും തമ്മിലുണ്ടായ ഭിന്നസ്വരത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ തുടരുകയാണ്. കെ.എസ്.യുവിനെ തലോടി എന്നാൽ തല്ലി മുഖ്യമന്ത്രിയെ പൂർണ്ണമായി പിന്തുണച്ച് മന്ത്രിയും കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റുമായ എ.പി. അനിൽകുമാർ രംഗത്തെത്തി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് വരുമ്പോൾ ആ ഡിവൈഎഫ്ഐ പോലെ SFI പോലെ ഒരു ഭരണവിലാസം സംഘടനകളാക്കി ഞങ്ങളുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളെ ഞങ്ങൾ ഒരിക്കലും കാണാറില്ല. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയും, അവർക്ക് അതിൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു പ്രശ്നം ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, ആ ഒരു സ്വാതന്ത്ര്യം അതിന് പരിമിതികളുണ്ട്. കെ.എസ്.യുവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയുമാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ ഏതാണ്ട് എല്ലാ നേതാക്കളും കടന്നു വന്നത് എന്നത് മറക്കരുത് എന്നായിരുന്നു കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ വാക്കുകൾ. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും കേരള വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കേരള വിദ്യാർത്ഥി യൂണിയനെതിരായിട്ട് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അദ്ദേഹം കെ.എസ്.യു പ്രസിഡന്റിനെ കാണാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അതിനെന്തെങ്കിലും ചിലപ്പോൾ അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. വരും ദിവസങ്ങളിൽ അദ്ദേഹം കാണുമെന്ന് തന്നെയാണ്. എരുതിയിൽ എണ്ണയൊഴിക്കാൻ താനില്ല എന്നാണ് മാത്യു കുഴൽനാടൻ എം.എൽ.എയുടെ നിലപാട്. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലേറ്റിയ ഒരു സർക്കാരാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. അത് മാത്രം പറഞ്ഞുകൊണ്ട് അതേസമയം സർക്കാർ പ്ലീഡർമാരുടെ നിയമനത്തിൽ കെ.എസ്.യുവിന് എന്താണ് കാര്യമെന്നുള്ള മുഖ്യമന്ത്രിയുടെ രൂക്ഷമായ ചോദ്യത്തിന് ശേഷവും കെ.എസ്.യുവിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ വരുന്നതാണ് മുഖ്യമന്ത്രിയെ രോഷാകുലനാക്കുന്നത്, അസ്വസ്ഥനാക്കുന്നത് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്. UDF സർക്കാർ അധികാരത്തിലെത്താൻ തെരുവിൽ അടികൊണ്ടത് കെ.എസ്.യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണെന്നും അവരെ അവഗണിക്കരുത് എന്നും പൊതുവിൽ വികാരവും അഭിപ്രായ പ്രകടനങ്ങളും ഉയരുന്നുണ്ട്. നിലവിലെ സംഭവ വികാസങ്ങളിൽ കെ.എസ്.യുവിൻ്റെ വികാരം പൂർണ്ണമായും വ്യക്തമാക്കുന്ന തരത്തിലുള്ള കത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കെ.എസ്.യു നേതാക്കൾ കൈമാറിയിട്ടുള്ളതെന്ന് അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നു. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.